ഒരു സാധനം കടയിൽ നിന്ന് മേടിക്കണ എത്ര രൂപയെന്നറിയോ? ഒരു 2000 രൂപയും കൊടുക്കണം. കൊച്ചേ, ഇത് ഇൻഡിപെൻഡൻസ് ഡേക്ക് നോക്കിയതല്ലേ? ഇവിടുന്ന് മാറ്റാറായില്ലേ? അതൊക്കെ മമ്മി വേണ്ട എടുത്ത് മാറ്റാൻ. മമ്മി എടുത്ത് മാറ്റി വെച്ചേക്കണതിന് മമ്മി എടുത്ത് മാറ്റി വല്ല അടി ഉണ്ടായില്ലോ നിർത്തണ്ട. ഇത് അടുത്ത ഇൻഡിപെൻഡൻസ് ഡേക്ക് നോക്കാം അല്ലേ? അയ്യോ, വേറെ ക്രിസ്മസ് അല്ലേ വരുന്നത്, അതിനെ വല്ലതും ചെയ്യാൻ പറ്റുമോ നോക്കുന്നതല്ലേ? ഇത്തരല്ലേ? അത് നല്ല ഐഡിയ. എന്നാ അത് ചെയ്യാല്ലേ? ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്തേക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. തൂക്കാൻ പറ്റുമോ? ഇത്തരോ നക്ഷത്രം പറ്റില്ല. നക്ഷത്രം ഇട്ടില്ലല്ലോ ഇതുവരെ. നക്ഷത്രമൊക്കെ ഇടാം. ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പം നമ്മളിതൊരു ക്രിസ്മസ് ഡെക്കറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഒത്തിരി പണിപ്പെട്ടാണ് കേട്ടോ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തത്. ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കാൻ പോവാണ്. പിന്നീടാണേലും നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. അത് നമ്മൾ കളയുന്നില്ല. ആ പച്ച പേപ്പറിൻ്റെ ഒക്കെ നിറം പോയിട്ടോ, അത് നമ്മൾ കളയും. ഈ സാധനങ്ങളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഈ സാധനം കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ജൂട്ടിൻ്റെ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യണം. ഇതിൻ്റെ ഹാങ്ങിങ് വരുന്നത് ഇങ്ങനെയാണ്. ഞാനത് ഇങ്ങനെ ആക്കി ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ഇത് ജൂട്ട് വെച്ച് കവർ ചെയ്യാൻ പോവാണ്. ഇതൊന്ന് ഡ്രോ ചെയ്തെടുക്കാൻ പോകും. വേഗം പറഞ്ഞ് ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ നമ്മൾ മമ്മിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും വേഗം ഇത് ചെയ്തിട്ട് തിരിച്ച് ചെല്ലണം. ഈ തുമ്പിടുന്ന പോലെ കുറച്ച് തുമ്പിട്ടാണ് കേട്ടോ ഞാൻ വരയ്ക്കുന്നത്. അപ്പം ഇങ്ങനെ ഏത് സാധനവും നമുക്ക് ഏതൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുള്ള ഐഡിയാസാണ് ഞാനിത് പറയുന്നത്. നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ രീതിയിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടയിലേക്ക് ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഗ്ലൂ ഗണ്ണ് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. തീരെ സമയമില്ലാതെ നമ്മൾ ചെയ്യുന്നതാണ്. അതാണ് ഇത്ര ധൃതി പിടിച്ച് ചെയ്യുന്നത് കേട്ടോ. ധൃതി പിടിച്ചാൽ നമ്മൾ ഫിനിഷിങ്ങിലൊന്നും ഒരു കുറവും വരുത്തത്തില്ല. അത് ഏറെ കാര്യം. നമുക്ക് പെർഫെക്ഷൻ വെച്ചൊരു കളിയില്ല കേട്ടോ. ഒരു ബേസ് നിങ്ങൾക്കില്ലെങ്കിൽ ഇത് ഹാർഡ് ബോർഡിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. വളരെ ഈസിയാണ്. ഹാർഡ് ബോർഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് വരും, നല്ല ലെവലായിട്ട് വരും. ഈ ഗ്ലൂ ഗൺ കൈ ചടി ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വിടണം. നമുക്ക് ചേർത്ത് വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ആ ചുളിവുകൾ വരാണ്ടിരിക്കാനാണ് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടുന്നത്. മാക്സിമം ഏറ്റവും സ്പീഡിലാണ് ഞാനിത് ചെയ്യുന്നത്. പണ്ട് ഒരു സ്പിരിറ്റോട് കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് എത്രയും വേഗം ചെയ്യണം. എന്നിട്ട് എനിക്ക് അടുത്ത പരിപാടി കൊച്ചിനെ കുളിപ്പിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിന് പോകണം. ഓക്കെ, ഇത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോർഡർ ഏരിയ ഒന്ന് തുന്നി കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ റെഡ് എംബ്രോയ്ഡറി നൂലാണ് എടുക്കുന്നത് കേട്ടോ. നല്ലൊരു ബോർഡർ ഏരിയ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചുമ്മാ ക്രോസ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ രീതിയിൽ നമ്മളൊരു ക്രിസ് ക്രോസ് ആയിട്ട് നമ്മൾ ഒരു എംബ്രോയ്ഡറി ചെയ്തെടുക്കുവാണ്. നമ്മൾ ഈ രീതിയിൽ നമ്മളൊരു ക്രോസ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നാലും ഫിനിഷിങ്ങിലേക്ക് വരാനായിട്ട് ഭയങ്കര പാടാണ്. ഈ സൈഡൊക്കെ കടിച്ച് പറിച്ച പോലെ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും ഗ്ലൂ വച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഈ സൈഡൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുവാണ്. സംഭവം വെച്ചിട്ട് നമ്മളൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ കൈ കൊണ്ട് ഒരു കാരണവശാലും ഗ്ലൂ ഗൺ തൊടാൻ പാടില്ലാണ് കേട്ടോ. നൂല് പൊങ്ങി നിൽക്കാത്ത രീതിയിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുവാണ്. വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ പണിയൊന്നുമില്ല. ഇനി ഇങ്ങനെ ചെറുങ്ങനെ ഐറ്റംസൊക്കെ എടുത്ത് ഒട്ടിച്ചാൽ മതി. ഇത് നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചാൽ ഇരിക്കുമോ എന്നുള്ളത് നോക്കേണ്ടി വരും കേട്ടോ. കട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ഉള്ളത് നല്ലതാണ്. ഇത് എൻ്റെ ജ്വല്ലറി മേക്കിങ്ങിൽ നിന്ന് ഞാൻ സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് വെച്ച് നമുക്ക് ഇച്ചിരി ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ഗ്ലൂ ഗൺ കുത്തിയേക്കുന്ന സംഭവം നമ്മുടെ വരെ എത്തത്തുമില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ. കുറച്ച് ലീവ്സും കൂടെ വെച്ച് കൊടുക്കാം. ചെറീസ് ഇത് പ്ലാസ്റ്റിക്കാണ്. ഇത് തെർമോക്കോളാണ് വരുന്നത്. തെർമോക്കോള് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉരുകിപ്പോവും കേട്ടോ. ഇതിപ്പോൾ കുറേ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അടിയിലേക്ക് ഇച്ചിരി ഉരുകിയാലും കാണുന്നില്ല. എന്ത് സാധനം പ്ലേസ് ചെയ്യുമ്പോഴാണെങ്കിലും അതൊരു ഭംഗിയിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനത്തെ ഡെക്കർ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അതിനകത്ത് മാക്സിമം ലീഫൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറൊരു ടൈപ്പ് ലീഫും കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ കുറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ആദ്യം കട്ട് ചെയ്തെടുത്ത ആ ഒരു വള്ളി തന്നെയാണ് ഇതിന് ഹാങ്ങിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിതൊരു എക്സ്ട്രാ ബലത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന്
സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ബ്രൈഡൽ വർക്കിനൊക്കെ പോകുമ്പം അവർ ഡ്രൈ ഫ്ലവർ ബൊക്കെയൊക്കെ ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ പലയിടത്തുനിന്നും. അപ്പോൾ അത് അവർ നമ്മൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് അവർ കൈ പിടിക്കുമ്പോൾ തന്നെ ആ സാധനം പൊഴിഞ്ഞു വീഴുന്ന ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും അവർ 4,000-5,000 രൂപ മുടക്കിയിട്ടൊക്കെ ആയിരിക്കും ആ ഒരു ബൊക്കെ വാങ്ങുന്നത്. എന്നിട്ട് പോലും അത് പോകില്ലാത്ത രീതിയിൽ അവർക്ക് ചെയ്ത് കൊടുത്താൽ എന്താണെന്ന് ഞാൻ വിചാരിച്ച് പോകാറുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനം വിട്ടു പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. ഒരു സാധനം നമ്മളിപ്പോൾ ഡ്രസ്സാണെങ്കിലും എന്ത് മേടിച്ചു കഴിഞ്ഞാലും അതിൻ്റെ സ്റ്റിച്ച് വിട്ടു പോകുന്ന അവസ്ഥ, പുതിയ ഡ്രസ്സിൻ്റെ സ്റ്റിച്ച് വിട്ടു പോകുന്ന അവസ്ഥയൊക്കെ ഭയങ്കര അപ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി നമുക്കുണ്ടാകുന്നൊരു മതിപ്പ് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. സോ ഇത് വിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിങ് കൂടെ ചെയ്ത് കൊടുക്കുവാണ്. മമ്മി ഇതുണ്ടോ എങ്ങനെയുണ്ട്? റെഡിയായിക്കൊണ്ട് വന്നോ? 20 മിനിറ്റ് കൊണ്ട് ഞാൻ സെറ്റ് ചെയ്തെടുത്താ. ആണോ? ഇത് അടിപൊളിയല്ലോ. ഇഷ്ടപ്പെട്ടോ? മൊത്തത്തിലൊരു മാറ്റമായല്ലോ. നമുക്കിത് എവിടെ വെക്കാൻ പറ്റും മമ്മി? എവിടെ വെക്കണേ? എവിടെ സ്വിച്ചിന്റെ അവിടെ വെച്ചാലോ? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മേടിക്കാൻ കിട്ടില്ല ഈ സാധനം. എല്ലാ സാധനവും ഇങ്ങനെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇങ്ങനെ ഒരു സാധനം കടയിൽ നിന്ന് മേടിക്കണേ എത്ര രൂപയെന്നറിയോ? ഒരു 2,000 രൂപയും കൊടുക്കണം. അറിയോ? ഇത് ഞാൻ വെറും ഒരു 200 ആ ഒരു ലെവലിൽ ഞാൻ ചെയ്തെടുത്താ. അതെയോ? തലക്കകത്ത് ബോധങ്ങളാണ്. എനിക്ക് ഇങ്ങനത്തെ ഒന്നും അറിയത്തില്ല കേട്ടോ. മമ്മി ഇതൊക്കെ ഇവിടെയാണോ നോക്കണേ? ഇവിടെയാ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെ ഒരു ഹുക്ക് വെച്ചിട്ട് ഇവിടെ ഇടാം, അല്ലെങ്കിൽ അകത്തിടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നല്ല ഇഷ്ടപ്പെട്ടോ? വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അടിപൊളിയാട്ടോ. എന്നാ 2,000 രൂപ എടുത്ത്. ഓഹോ, എനിക്ക് ഇങ്ങനത്തെ കലകളൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കാനും മമ്മി നല്ല അടിപൊളിയായിട്ട് കുക്കിങ് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കാനും അങ്ങനെ ഒന്നും എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇൻഡിപെൻഡൻസ് ഡേയുടെ പൂക്കളൊക്കെ അവിടെ പോയി, നമ്മുടെ മത്തക്കുരു ഒക്കെ അതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത വർഷത്തേക്കാ? അടുത്ത വർഷം എന്തെങ്കിലും കാണിക്കാലോ. അത് തന്നെ. സൂപ്പറാണോ? സൂപ്പറാണ്, സൂപ്പർ, ഗംഭീരമായിട്ടുണ്ട്, ഗംഭീരം. മമ്മി ഇതിനകത്ത് വേണമെങ്കിൽ മെരി ക്രിസ്മസും ഒക്കെ ഇവിടെ ഒരു ബെല്ല് വെക്കാം, അതൊക്കെ ചെയ്യാം. പിന്നെ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തേ. അല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടം. എനിക്ക് ഒത്തിരി ഇഷ്ടം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് പലതും ഉണ്ടാക്കിയെടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. അല്ലേ?